IQ ലെവൽ 90 ഉള്ള കുട്ടികളാണ് ശരിക്കും ലേണിംഗ് ഡിസബിലിറ്റി. 90 എബവ് IQ ലെവലുള്ള കുട്ടികളുമുണ്ട്. പിന്നെ 90-ൽ താഴെ വരും. അതിന് ഞങ്ങൾ മൈൽഡ് ID എന്ന് പറയും. ശരിക്കും ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ഒരു കണ്ടീഷൻ വരുന്നത് 90 IQ ഉള്ളൊരു കുട്ടികൾ അല്ല അതിൻ്റെ മുകളിലോട്ട് IQ ലെവലുള്ള കുട്ടികളായിരിക്കും. അവർക്ക് റീഡിങ്ങിൽ, റൈറ്റിങ്ങിൽ, കാൽക്കുലേഷനിൽ വരുന്ന ഡിഫിക്കൽറ്റീസാണ് ലേണിംഗ് ഡിസബിലിറ്റി. അത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് മുമ്പൊരിടത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ഞാനിപ്പം പറയുന്നത്, ഇപ്പം 10ാം ക്ലാസ് പാസ്സായ പല കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ല. കേരള സ്റ്റേറ്റിൻ്റെ സിലബസിൻ്റെ നിലവാരം വളരെ മോശമാണ് എന്ന് പലരും പറയുന്നുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ സിലബസിൻ്റെ പ്രശ്നമല്ല. ഈ ലേണിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികളെ 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഐഡൻറ്റിഫൈ അന്നേരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ അപ്പർ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ്, മീൻസ് 5ാം ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എന്തായാലും കുട്ടികൾക്ക് ലേണിംഗ് പ്രോബ്ലം ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് കുട്ടികൾക്ക് പിന്നെ ലാംഗ്വേജ് അക്വിസിഷനാണ് പ്രശ്നം. മീൻസ് മലയാളം, ഹിന്ദി, മിക്കവാറും കുട്ടികൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. പിന്നെ മാത്തമാറ്റിക്കൽ സ്കില്ലിൽ പ്രോബ്ലം ഉള്ള കുട്ടികളുണ്ടാകും. ചിലർക്ക് മലയാളമോ ഹിന്ദിയോ അല്ല ഇംഗ്ലീഷോ ആയിരിക്കാം, മാത്തമാറ്റിക്സിൽ അവർ നല്ലതായിരിക്കാം. ചിലർക്ക് ലാംഗ്വേജിൽ പ്രോബ്ലം ഉണ്ടായിരിക്കില്ലായിരിക്കും, കാൽക്കുലേഷൻ മാത്തമാറ്റിക്സിലായിരിക്കും പ്രോബ്ലം ഉള്ളത്. അപ്പോൾ ശരിക്കും ഇത് പ്രോപ്പറായിട്ട് കറക്റ്റ് സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ 10ാം ക്ലാസ് ആയാലും അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അത് കുട്ടികളുടെ മാത്രം പ്രോബ്ലമല്ല, അത് ആ സ്കൂളിലെ ആ കുട്ടികൾ എവിടെയാണോ പഠിച്ചത് ആ സ്കൂളിൻ്റെയും അല്ലെങ്കിൽ പേരൻസിൻ്റെയും പ്രോബ്ലമാണ്. കാരണം അവർ ചിലപ്പം എല്ലാ പേരൻസിനും ഇത് അറിയണമെന്നില്ല, എന്നാൽ പോലും ഒരു 4-ൽ 5-ൽ പഠിക്കുന്ന കുട്ടിക്ക് എഴുതാനും വായിക്കാനും അത്യാവശ്യം അറിയില്ല എന്ന് വരുമ്പം അവർ സ്കൂളിലോ അല്ലെങ്കിൽ അവർ എവിടെയോ കംപ്ലൈൻറ്റ് പറയേണ്ടടുത്ത് അവർ പറയണം. അവർ പറഞ്ഞതിന് ശേഷം ടീച്ചേഴ്സിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള ഒരു പ്രോബ്ലത്തെക്കുറിച്ച് എല്ലാവരും അവെയറാണ്. പക്ഷേ അറിയാത്തവർ ഇല്ലെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ച് കിട്ടും. അപ്പം കുട്ടികളുടെ എന്താണ് ശരിക്കുള്ള പ്രോബ്ലം ഒരു ലേണിംഗ് ടൂൾ, അസസ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ടൂളുണ്ട്, നിംഹാൻസ് ബാറ്ററി എന്ന് പറയും. അതല്ലാതെ BRCയിൽ ഉപയോഗിക്കുന്ന ചില ടൂളുകളുണ്ട്. അത് BRCയിലെ ട്രെയിനേഴ്സിനറിയാം. അത് ഉപയോഗിച്ച് കുട്ടികളെ അസസ് ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് റെമഡിയാണ് കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടൊരു മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള തെറാപ്പി കൊടുക്കാമെങ്കിൽ കുട്ടികൾ മാറും, നന്നായിട്ട് അതിന് വ്യത്യാസം വരും. പക്ഷെങ്കിൽ ഈ ഇന്നത്തെ കാലത്ത് ഞാനിപ്പോൾ 3 വർഷമായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ സ്കൂളുകളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വിളിക്കുന്നത് സ്പെഷ്യൽ BEd കഴിഞ്ഞവരെയാണ്. ഞാൻ സ്പെഷ്യൽ BEd അല്ല, ഞാൻ നോർമൽ BEdും പ്ലസ് അതിൻ്റെ കൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ള കോഴ്സാണ് ചെയ്തത്. അത് ഒരു പിന്നെ PG ലെവൽ കോഴ്സ് ആയതുകൊണ്ട് അതിന് അത്രത്തോളം അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് ടൂളുണ്ട്, അതായത് ലേണിംഗ് ഡിസബിലിറ്റി അസസ് ചെയ്യാൻ. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ലേണിംഗ് ഡിസബിലിറ്റിയെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ പിന്നെ സ്പെഷ്യൽ BEd എടുത്തു പോകുന്നവർക്ക് അവർക്ക് ലേണിംഗ് ടൂൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് അത്രത്തോളം ഡീറ്റെയിൽഡ് ആണെന്ന് എനിക്ക് തന്നെ പിന്നെ ഈ സ്പെഷ്യൽ BEd എടുത്ത ടീച്ചേഴ്സ് പറഞ്ഞുള്ള എനിക്കുള്ള അറിവേ ഉള്ളൂ. അവർ തന്നെ പറയുന്നു അവർ സ്റ്റാൻഡേർഡൈസ്ഡ് ടൂൾ അല്ല ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ സ്കൂളുകളിൽ ജസ്റ്റ് കുട്ടികൾക്ക് റെമഡിയലാണ് കൊടുക്കുന്നത്. ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു 4ാം ക്ലാസ് അല്ലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അസസ് ചെയ്യുമ്പം 4ാം ക്ലാസ്സിൻ്റെ ലെവലില്ല എങ്കിൽ മീൻസ് 4ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അത് ലാംഗ്വേജ് മലയാളം, ഇംഗ്ലീഷ്. ഇനി ഹിന്ദി 5ാം ക്ലാസ് മുതലുണ്ടെങ്കിൽ അതും ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനും ആ ലെവലിൽ 5ാം ക്ലാസ്സിലെ ലെവലിൽ ടെക്സ്റ്റ് വായിക്കാനോ എഴുതാനോ ആ കുട്ടിക്ക് അറിയില്ല എങ്കിൽ നമ്മളത് അസസ് ചെയ്ത് ആ കുട്ടി ഏത് ലെവലിലാണെന്ന് കണ്ടുപിടിക്കും. താഴേക്ക് പോകും, 3ാം ക്ലാസ്സിൽ പോകും, 2ാം ക്ലാസ്സിൻ്റെ ലെവലിലെ ടെക്സ്റ്റ് ഉപയോഗിക്കും. അങ്ങനെ ഈ കുട്ടിക്ക് ഏത് ലെവലാണോ വായിക്കാൻ പറ്റുന്നത് ആ ലെവൽ നമ്മൾ കണ്ടുപിടിക്കും. മീൻസ് ചിലപ്പോൾ 1ാം ക്ലാസ്സിൻ്റെ ഒരു ലെവലേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ UKG ഉണ്ടാവും, അല്ലെങ്കിൽ LKG ഉണ്ടാവുള്ളൂ. അത് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ആ കുട്ടിക്ക് ആവശ്യമായ റെമഡിയിൽ കൊടുക്കും. മീൻസ് അക്ഷരം അറിയില്ല, അക്ഷരം ഫോണറ്റിക്സ്, അതായത് സൗണ്ട്, ഇംഗ്ലീഷ് ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ ഓരോ നമ്മൾ ABCD എന്നാണ് വായിക്കുന്നത്, പക്ഷേ ഓരോ ലെറ്ററിൻ്റെ സൗണ്ട് വ്യത്യാസമാണ്, അത് ഞങ്ങൾ പഠിപ്പിക്കും. മലയാളമാണെങ്കിൽ മലയാള അക്ഷരം, വ്യഞ്ജനാക്ഷരങ്ങളും സ്വരാക്ഷരങ്ങളും പഠിപ്പിക്കുന്നതിനോടൊപ്പം ഓരോ ചിഹ്നങ്ങളുണ്ട്. ചിഹ്നം,
പിന്നെ ഐ ചിഹ്നം, ഓ ചിഹ്നം, ആ ചിഹ്നങ്ങൾ കൃത്യമായിട്ട്, അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ചിഹ്നങ്ങളിട്ട് പഠിപ്പിക്കും. അതല്ലാതെ പിന്നെ ഓരോ കൃത്യമായിട്ടുള്ള മറ്റ് ചിഹ്നങ്ങൾ, കുറച്ച് ടഫായിട്ടുള്ള ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. റ് ചിഹ്നം, റാ ചിഹ്നം, യാ ചിഹ്നം, വാ ചിഹ്നം, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് കുട്ടികൾക്ക് ചിഹ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു അത് വായിക്കാനും എഴുതാനും പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചതിന് ശേഷം ചെറിയ ചെറിയ വേർഡ്സ് പഠിപ്പിക്കണം. അങ്ങനെ സെൻറ്റൻസിലേക്ക് പോയിട്ടാണ് അവരേത് ക്ലാസ്സാണോ ആ ക്ലാസ്സിലെ ആ ലെവൽ വരെ എത്തുന്നത് വരെ കുട്ടികൾക്ക് തെറാപ്പി കൊടുക്കണം എന്നാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെങ്കിൽ മിക്കവാറും ഞാനിപ്പോൾ വർക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഹോമിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷെ എനിക്കൊക്കെ എന്ന് വെച്ചാൽ കരാർ വ്യവസ്ഥയിലായിരുന്നു. 1 വർഷത്തെ പിന്നെ എഗ്രിമെൻറ്റേ ഉള്ളൂ. എംപ്ലോയ്മെൻറ്റിൽ നിന്നാകുമ്പം നമ്മളപ്പോൾ ആ 1 വർഷം കഴിയുമ്പോൾ ഞാൻ പോരും, അല്ലെങ്കിൽ അടുത്ത ആൾ വരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് പലപ്പോഴും. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ റെമഡി കംപ്ലീറ്റ് ആവത്തില്ല. അത് ഞങ്ങളുടെ കാരണമല്ല, അത് ആ പ്രൊജക്റ്റിൻ്റെ ഇതാണ്. എന്നാൽ പോലും കുട്ടികൾക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 6 മാസമൊക്കെ കണ്ടിന്യൂസ് വന്ന കുട്ടികൾക്ക് ബെറ്ററായിട്ട് അവസ്ഥ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ തെറാപ്പി ഏകദേശം കംപ്ലീറ്റ് ആണെങ്കിൽ 1 വർഷമല്ല 1.5 വർഷം എടുക്കും. പക്ഷേ BRCകളിൽ 10 വർഷം, അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവർ റെമഡിയൽ കൊടുത്തിട്ടും അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ എവിടെയാണ് പ്രോബ്ലം വരുന്നത്? പല ടീച്ചേഴ്സും പറയുന്നുണ്ട് ഞങ്ങൾ റെമഡിയലേ കൊടുക്കത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് സബ്ജക്റ്റിലേക്ക് പോകില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞങ്ങൾ ലേണിംഗ് ഡിസബിലിറ്റി ചെയ്യുന്നവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ റെമഡിയൽ കൊടുത്തതിന് ശേഷം അവരുടെ ടെക്സ്റ്റ് ഉപയോഗിക്കും. ടെക്സ്റ്റ് ഉപയോഗിച്ച് അത് വായിക്കാനും എഴുതാനും അവരെ ആ ലെവലിലേക്ക് എത്തിക്കുന്നത് വരെ ഞങ്ങൾ ചെയ്യും. ഇപ്പം പിന്നെ BRCയിലെയും അതുപോലെ മറ്റൊരു സ്ഥാപനമുണ്ട് ഇതുപോലെ കുട്ടികൾക്ക് തെറാപ്പിയൊക്കെ കൊടുക്കുന്നത്. അവരാണെ പോലും ഒരു 3-4 മാസം കുട്ടികൾക്ക് റെമഡിയൽ കൊടുത്തതിന് ശേഷം BRCയിലെ ടീച്ചർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു വിടുന്നു. ഈ BRCയിലെ ടീച്ചേഴ്സ്, ഞാൻ അവരെ അല്ല കുറ്റം പറയുന്നത്, പക്ഷേങ്കിൽ പോലും സ്പെഷ്യൽ BEdകാരെ എടുക്കുകയുള്ളൂ എന്നുള്ളൊരു അവർക്ക് മാനദണ്ഡമുണ്ട്. പിന്നെ സ്പെഷ്യൽ BEdകാരെ എടുക്കുമെന്ന് മാത്രമല്ല RCA രജിസ്ട്രേഷൻ അവർക്ക് നിർബന്ധമാണ്. കാരണം അവർക്ക് താഴെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ല മറ്റൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ പിന്നെ കീഴിൽ അവർ പിന്നെ നിൽക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സൂപ്പർവിഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവർ RCA രജിസ്ട്രേഷൻ നിർബന്ധം പറയുന്നുണ്ട്. അപ്പം ഹോമിയോയിലൊന്നും അത് നിർബന്ധമില്ല. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കോഴ്സ് ഞാൻ സാധാരണ B.Ed ആണ്. ഞങ്ങൾക്ക് അവിടെ RCയുടെ ആവശ്യമില്ല. പിന്നെ ഈ കോഴ്സ് PG ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ആ കോഴ്സിന് കോളേജുകാർ RCA രജിസ്ട്രേഷൻ എടുത്ത് തരുന്നില്ല. പക്ഷെ നമ്മൾക്ക് സ്വയം ചെയ്യാം. അപ്പം ഞാനിപ്പോൾ RCA രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ RCA ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളുകളിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഞങ്ങളെ വിളിക്കുന്നില്ല, ഞങ്ങളെ എടുക്കത്തില്ല. അപ്പം പിന്നെ ഹോമിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനത്തിൽ, പിന്നെ ഞാൻ മുമ്പ് വേറൊരു സ്ഥാപനത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ RCA ഇല്ലാത്തെന്നും പറഞ്ഞാണ് അവർ ഈ പ്രാവശ്യം എന്നെ വിളിക്കാത്തതെന്നൊക്കെയാണ് അവർ കാരണം പറയുന്നത്. അതൊന്നും അല്ല അതിൻ്റെ റീസൺ. അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം. അപ്പം എന്ന് പറഞ്ഞാൽ പോലും RCA നിർബന്ധമുള്ള ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ട് പോലും ഈ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും ഇപ്പോഴും അറിയില്ല. 10ാം ക്ലാസ് കുട്ടികളെ, ഞാനിപ്പോൾ 2 കുട്ടികളെ 10ാം ക്ലാസ് പാസ്സായി, സ്ക്രൈബിനെ വെച്ച് പാസ്സായ കുട്ടികളെ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഹോമിയോയിൽ കണ്ണൂർ വർക്ക് ചെയ്യുമ്പം ഒരു 10ാം ക്ലാസ് പാസ്സായി. അവൻ +1 അഡ്മിഷൻ എടുത്ത് പോയിട്ട് അവന് തുടർന്ന് പഠിക്കാൻ പറ്റുന്നില്ല. കാരണം അവന് മലയാളത്തിൽ എഴുതാനും വായിക്കാനും അറിയത്തില്ല. ആ കുട്ടി ഹ്യൂമാനിറ്റീസോ മറ്റേതോ സബ്ജക്റ്റാണ് എടുക്കുന്നത്. പക്ഷെ എന്നാൽ പോലും മലയാളം പോലും അവന് എഴുതാനറിയില്ല. അപ്പോൾ ഹോമിയോയിൽ വന്നു, ഞാൻ തെറാപ്പി കൊടുത്തു. അങ്ങനെ ഞാനൊരു 4-5 മാസം തെറാപ്പി കൊടുത്തിട്ട് ഏകദേശം ഞാൻ അവനെ എഴുതാൻ മലയാളവും ഇംഗ്ലീഷും പിന്നെ അവന് നന്നായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. ഗ്രാമർ ഉൾപ്പെടെ അത്യാവശ്യം സെൻറ്റൻസൊക്കെ എഴുതാവുന്ന രീതിയിൽ ഞാൻ ആക്കി. ഒരു ഏകദേശം 6 മാസം 5-6 മാസത്തിനടുത്ത് എത്തിയുള്ളൂ. 6 മാസം തികച്ച് വന്നില്ല കുട്ടി, കാരണം അപ്പോഴത്തേക്ക് എൻ്റേതും കഴിഞ്ഞു പോയി. അപ്പം അങ്ങനെ എന്നാൽ പോലും ഞാൻ അവനെ അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് 10ാം ക്ലാസ് പാസ്സായി +1 അലോട്ട്മെൻറ്റ് പോകാനിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിൽ ഗ്രാമറാണ്, എഴുതാനും പഠിപ്പിക്കാനും ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അത്യാവശ്യമൊക്കെ ചെറുതായി വായിക്കാനൊക്കെ അറിയാം, പക്ഷേ ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, കറക്റ്റ് ഒരു സെൻറ്റൻസ് എഴുതാനൊന്നും അറിയില്ല. അപ്പോൾ അതുമുതലേ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 10 വർഷം പഠിച്ചിട്ടും അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അത് ആരുടെയാണ് അപ്പം കുഴപ്പം? എല്ലാവരും പറയുന്നത് സ്റ്റേറ്റ് സിലബസിൻ്റെ പ്രശ്നമാണ്. അവിടെ സിലബസിൻ്റെ പ്രശ്നമല്ല. കേരള സ്റ്റേറ്റ് സിലബസ് എന്ന് പറയുന്നത് NCERT സിലബസാണ്. അതെന്ന് പറയുന്നത് ഏറ്റവും നല്ല സിലബസാണ്. ആ സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എവിടെ പോയാലും പിന്നീട് തുടർ പഠനത്തിന് അവർക്ക് അത്രത്തോളം നിലവാരം കൂടിയ ഒരു സിലബസാണ്. സിലബസിൻ്റെ പ്രശ്നമല്ല അവിടെ വരുന്നത്. സിലബസ് കുറച്ച് ടഫാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അവിടുത്തെ പ്രശ്നം കുട്ടികൾക്ക് കറക്റ്റായിട്ട് കൊടുക്കുന്ന റെമഡി തുടർന്നുള്ള ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ തുടർന്നുള്ള കൊടുക്കുന്ന മെത്തേഡ് ശരിയല്ല. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ എത്തിയ ഒരു കുട്ടിക്ക് ഇപ്പോഴും എഴുതാനും വായിക്കാനും അറിയാത്തത്. അപ്പം വളരെ വിഷമമുണ്ട്. നമുക്ക് എവിടെ പോയി പറയാനാ, നമുക്കറിയില്ല. ഇതുപോലൊക്കെ ചാനൽ അല്ലെ ഇതിലൂടെ പറയുക, എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെ പേരൻസും ഈ എന്നോട് തന്നെ ഇപ്പം പിന്നെ RCA രജിസ്ട്രേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എനിക്ക് RCA ഇല്ലയെന്നും പറഞ്ഞാണ് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്ത ജോലി സ്ഥലത്തു നിന്ന് എന്നെ ഇപ്പം അവർ തിരിച്ചെടുക്കാഞ്ഞത്. അതല്ല എൻ്റെ പ്രശ്നം, അതല്ല അവർ നീക്കം ചെയ്യുന്നതിനൊരു റീസൺ പറഞ്ഞതിന് അതാണ് അവർ പറയുന്ന റീസണാണ്. പല റീസൺ പറഞ്ഞു, ലാസ്റ്റ് അവർക്ക് പറയാൻ പറ്റുന്നൊരു റീസൺ അതായിട്ട് അത് മാത്രം പറയുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, അതവർക്കൊക്കെ അറിയാം. ഞാൻ പബ്ലിക്കലി ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം ആ ഒരു സിസ്റ്റത്തെ മുഴുവൻ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഇനി അതൊരു പ്രശ്നം ആവേണ്ട, നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. തൽക്കാലം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും സംസാരിക്കാത്തത്. അപ്പം ഈ പിന്നെ BRCയിൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് RCA രജിസ്ട്രേഷൻ ഉള്ളവർ കുട്ടികൾക്ക് ഈ റെമഡിയൽ കൊടുത്തിട്ടും എന്തുകൊണ്ട് അവർക്ക് എഴുതാനും വായിക്കാനും അറിയാൻ ഇപ്പോഴും പറ്റുന്നില്ല എന്നുള്ളത് ആരാണോ ഇതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ എവിടെ മുതിർന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരോ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. എവിടെയാണ് തെറ്റ് പറ്റിയേക്കുന്നത്, കുട്ടികൾക്ക് ഈ റെമഡിയൽ കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം എന്നും കൂടി ഇവരൊക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇവർ എത്രയും വർഷം ഇരുന്ന് ഇത് റെമഡിയൽ കൊടുക്കുന്നോ ഒരു ഗുണവും കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം എൻ്റെ അടുത്ത് തന്നെ ഇപ്പം വന്നേക്കുന്ന കുട്ടികൾ ഒരുപാട് ഇപ്പം പിന്നെ 8ാം ക്ലാസ് ഒന്നും വേണ്ട, എനിക്കറിയാം ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് റെമഡിയൽ കൊടുത്തതിനെക്കുറിച്ച് ഞാൻ പറയാം. അതായത് ആ കുട്ടിക്ക് ഇംഗ്ലീഷ് നന്നായിട്ടറിയാം, മലയാളം ഹിന്ദി ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. കൊറോണ സമയത്തൊക്കെ അത്യാവശ്യം കുട്ടിക്ക് നന്നായിട്ട് പറ്റുമായിരുന്നു, പക്ഷെ പിന്നീടാണ് കുറച്ച് പ്രോബ്ലമായി. പക്ഷെ അവന് ഹിന്ദി മലയാളം ഒഴികെ ബാക്കി എല്ലാവരും ഈസിയാണ്. മാത്സും ഇംഗ്ലീഷിനൊക്കെ ക്ലാസ്സിൽ പിന്നെ വേറെ സ്കൂളിൽ ടോപ്പായിട്ടുണ്ട്, നല്ല ഗ്രേഡ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. മറ്റ് സോഷ്യൽ സയൻസിനും ബേസിക് സയൻസിനും ഒക്കെ അത്യാവശ്യം മാർക്കും കിട്ടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ BRCന്ന് ടീച്ചർ വന്നിച്ച് റെമഡിയൽ കൊടുക്കുന്നുണ്ട്. റെമഡിയൽ കൊടുത്തിട്ട് ഈ കുട്ടിയെ ടീച്ചർ വരുന്നത് 2 ദിവസമാണ്. ആ 2 ദിവസവും ഫുൾ ഡേ ഇരുന്നങ്ങ് റെമഡിയൽ കൊടുക്കുക, പഠിപ്പിക്കുക. അപ്പം ഞാൻ ഈ കുട്ടിയുടെ ബുക്ക് ഒരു ദിവസം ചെക്ക് ചെയ്തപ്പം ഈ കുട്ടിക്ക് മാത്സൊക്കെ നന്നായിട്ടറിയാം, ഡിവിഷൻ വരെ നന്നായിട്ടറിയാവുന്ന അവൻ ഏത് ക്ലാസ്സാണോ പഠിക്കുന്നത് ആ ലെവൽ വരെ അവന് മാത്സ് അറിയാവുന്ന കുട്ടിയെ 1, 2 എഴുതിപ്പിക്കുക, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ പഠിപ്പിക്കുക. ഈ കുട്ടിക്ക് ആ അവൻ്റെ ക്ലാസ് നിലവാരം അനുസരിച്ച് ഡിവിഷൻ വരെ ചെയ്യാൻ അറിയാവുന്ന കുട്ടിയെ ഇതിരുത്തി പഠിപ്പിക്കുക. അന്ന് അവന് പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷോ ഹിന്ദിയോ ആണ് പഠിപ്പിക്കേണ്ടത്. അത് പഠിപ്പിക്കുന്നതിന് പകരം അവനറിയാവുന്ന കാര്യങ്ങളും കൂടി ഇരുത്തി അവനെ റെമഡിയൽ കൊടുക്കുക. എന്നിട്ട് ആ കുട്ടിക്ക് അന്നത്തെ ദിവസം ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കാൻ പറ്റത്തില്ല. ബേസിക് സയൻസോ അല്ലെ സോഷ്യലോ മറ്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടിയെ റെമഡിയൽ കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യിക്കുക. ഇത് 2-3 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പം ആ സ്കൂളിൽ വിളിച്ച് ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചറെ ആ കുട്ടിയുടെ അടുത്തുനിന്ന് മാറ്റി. അതുപോലെ വേറൊരു കുട്ടിയെ ഇതേപോലെ ആ കുട്ടി എൻ്റെ അടുത്ത് റെമഡിയലിൽ വന്നതിന് ശേഷം ആ ടീച്ചറിൻ്റെ അടുത്തു നിന്ന് ആ കുട്ടിയെ ആ പേരൻസായിട്ട് മാറ്റി. അങ്ങനെ ഞാൻ BRCയിലെ മുഴുവൻ ടീച്ചേഴ്സിനെ അല്ല പറയുന്നത്, പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസ വകുപ്പിലോ എവിടെ ഇരിക്കുന്ന ഇപ്പം AOമാരോ ആരാന്ന് വെച്ചാൽ അന്വേഷിക്കുന്നവർ ഇതും കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഈ BRCന്ന് റെമഡിയൽ 10 വർഷം കൊടുത്തിട്ടും